എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് ഒരു റഷ്യൻ നാടോടി കഥയാവാം. തീപ്പക്ഷിയും ഇവാൻ രാജകുമാരനും. വളരെ മുൻപ് നടന്ന കഥയാണിത്. സോവിയറ്റ് നാട്ടിലെ ഒരു രാജാവിന് 3 മക്കളുണ്ടായിരുന്നു. കൊട്ടാരത്തോട് ചേർന്ന് അദ്ദേഹം ഒന്നാന്തരമൊരു പൂന്തോട്ടം നട്ടുവളർത്തി. പല നിറത്തിലും മണത്തിലുമുള്ള പൂക്കളും രുചിവൈവിധ്യത്തോടു കൂടിയ പഴങ്ങളും തോട്ടത്തെ ശ്രദ്ധേയമാക്കി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് നട്ടുവളർത്തിയവയാണത്. അക്കൂട്ടത്തിൽ സവിശേഷമായൊരു മരമുണ്ടായിരുന്നു, ഒരു ആപ്പിൾ മരം. അതിൽ വിളഞ്ഞിരുന്നത് സാധാരണ ആപ്പിളുകളായിരുന്നില്ല, മറിച്ച് എല്ലാം സ്വർണ്ണ ആപ്പിളുകൾ. കാഴ്ചക്കാരെ അമ്പരിപ്പിച്ചുകൊണ്ട് മരം നിറയെ ആപ്പിളുകളങ്ങനെ കായ്ച്ചു കിടന്നു. ആ ആപ്പിൾ മരത്തെക്കുറിച്ചുള്ള വാർത്തകൾ നാടെങ്ങും പരന്നു. അയൽ രാജാക്കന്മാരിൽ പലർക്കും സ്വർണ്ണ ആപ്പിൾ മരത്തിൻ്റെ ഉടമയായ രാജാവിനോട് അസൂയ തോന്നി. അവരിൽ പലരും ആവശ്യപ്പെട്ടിട്ടും ഒരു സ്വർണ്ണ ആപ്പിൾ പോലും കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അസൂയാലുക്കൾ സ്വർണ്ണ ആപ്പിളുകൾ മോഷ്ടിച്ചാലോ എന്ന് ഭയന്ന് അദ്ദേഹം അതിന് കനത്ത കാവൽ ഏർപ്പെടുത്തി. ആപ്പിൾ മരത്തിന് ചുറ്റും ആളുയരത്തിൽ മുള്ളുവേലി കെട്ടിയുയർത്തി. മരത്തിൻ്റെ കാവലിന് ഭടന്മാരെ രാപ്പകൽ ഭേദമന്യേ നിയോഗിച്ചു. അവർ വാളും കുന്തവുമേന്തി അവയ്ക്ക് കാവൽ നിന്നു. ഇത്രയൊക്കെയായിട്ടും ആപ്പിൾ മരത്തിലെ സ്വർണ്ണ ആപ്പിളുകളിൽ കുറവുള്ളതായി രാജാവിന് തോന്നി. അദ്ദേഹം ദിവസവും ആപ്പിളുകൾ എണ്ണി തിട്ടപ്പെടുത്തി. അതോടെ എന്നും ആപ്പിളുകൾ കുറയുന്നതായി മനസ്സിലായി. ഒറ്റ ആപ്പിൾ പോലും മരച്ചുവട്ടിൽ വീഴുന്നുമില്ല. ആരോ തൻ്റെ ആപ്പിളുകൾ മോഷ്ടിക്കുന്നുണ്ടെന്ന് രാജാവിന് ഉറപ്പായി. മരത്തിന് കാവൽ നിന്ന ഭടന്മാരെ ചോദ്യം ചെയ്തിട്ടും ഒരു തുമ്പും കിട്ടിയില്ല. എന്തു വന്നാലും ആപ്പിൾ മോഷ്ടാവിനെ കണ്ടെത്തുമെന്നു തന്നെ രാജാവ് നിശ്ചയിച്ചു. പിറ്റേന്ന് രാജാവ് തൻ്റെ മൂത്ത മകനെ വിളിച്ചു വരുത്തി നിർദ്ദേശിച്ചു. മകനെ, നമ്മുടെ പൂന്തോട്ടത്തിൽ ഏതോ പെരുങ്കള്ളൻ കടന്ന് സ്വർണ്ണ ആപ്പിളുകൾ മോഷ്ടിക്കുന്ന കാര്യം അറിയാമല്ലോ. ഏതോ പഠിച്ച കള്ളനാണത് എന്നതിൽ സംശയമില്ല. ഇന്നു രാത്രി നീ മരത്തിന് കാവലിരുന്ന് കള്ളനെ കയ്യോടെ പിടികൂടണം. രാജകുമാരൻ അത് സമ്മതിച്ചു. വാളുമായി ആ രാത്രി അവൻ കാവലിരുന്നു. പാതിരാത്രിയായിട്ടും ആപ്പിൾ മോഷ്ടാവ് ആ വഴിയൊന്നും വന്നില്ല. തണുത്ത കാറ്റ് വീശിയപ്പോൾ കുമാരനും ഉറക്കം വന്നു. അവൻ ചെറുതായി മയങ്ങിപ്പോയി. പിന്നെ ഉണരുമ്പോൾ നേരം പുലർന്നിരുന്നു. അന്നും ഒരു സ്വർണ്ണാപ്പിൾ മോഷ്ടിക്കപ്പെട്ടതായി അപ്പോഴാണ് അവന് മനസ്സിലായത്. അടുത്ത രാത്രി രാജാവിൻ്റെ 2ാമത്തെ മകനാണ് സ്വർണ്ണ ആപ്പിൾ മരത്തിന് കാവലിരുന്നത്. അവൻ സായുധനായി ജാഗ്രതയോടെ ഇരുന്നു. പാതിരാത്രി കഴിഞ്ഞിട്ടും അവിടെ എങ്ങും മറ്റൊരാളുടെ സാന്നിധ്യമുണ്ടായില്ല. അവനും അവിടെ ഇരുന്ന് ചെറുതായി മയങ്ങിപ്പോയി. ഉണർന്നപ്പോഴോ സ്വർണ്ണാപ്പിളുകളിൽ ഒരെണ്ണം കുറവ്. 3ാമത്തെ ദിവസം രാജാവ് ഇളയ മകനായ ഇവാനെ വിളിച്ചു വരുത്തി. പിതാവേ, ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇവാൻ വിനയപൂർവ്വം ചോദിച്ചു. മകനെ, നിന്റെ ജ്യേഷ്ഠന്മാർ പരാജയപ്പെട്ടിടത്ത് നിനക്ക് ജയിക്കാനാവുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നു രാത്രി നീ നമ്മുടെ ആപ്പിൾ മരത്തിന് കാവലിരിക്കണം. ഏതോ ഒരു പെരുങ്കള്ളൻ ദിവസേന നമ്മുടെ പൂന്തോട്ടത്തിൽ വന്ന് സ്വർണ്ണാപ്പിൾ കട്ടുതിന്നുന്നുണ്ട്. അവനെ നീ കയ്യോടെ പിടികൂടണം. അവൻ അത് സമ്മതിച്ചു. ആയുധവുമായി അവൻ മരത്തിനു കാവലിരുന്നു. പാതിരാത്രി വരെ ഒന്നും സംഭവിച്ചില്ല. അവൻ്റെ കൺപോളകളിൽ ഉറക്കച്ചവി പടർന്നു. പെട്ടെന്നു തന്നെ അവൻ ചെടികളിലെ മഞ്ഞുകണങ്ങൾ കൊണ്ട് മുഖം കഴുകി. അതോടെ ഉറക്കം അപ്രത്യക്ഷമായി. കുറച്ചു നേരം കഴിഞ്ഞതും അവിടെ എങ്ങും തീവ്രമായ വെളിച്ചം പരന്നു. ഇവാൻ വാൾപ്പിടിയിൽ കൈകളമർത്തി എഴുന്നേറ്റു. അത്ഭുതകരമായൊരു കാഴ്ചയാണ് അവൻ കണ്ടത്. ഒരു ചിറകടി ശബ്ദം അടുത്തു വന്നു. കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തോടെ ഒരു പക്ഷി പറന്നുവന്ന് സ്വർണ്ണാപ്പിൾ മരത്തിലിരുന്നു. അതിൻ്റെ ശരീരത്തിൽ നിന്നും തീനാളങ്ങൾ പ്രസരിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ നോക്കി നിൽക്കെ ആ പക്ഷി മരത്തിലിരുന്ന് സ്വർണ്ണാപ്പിൾ തിന്നാൻ തുടങ്ങി. അപ്പോൾ ഇവനാണ് ഇത്രയും കാലം എന്നെയും ജ്യേഷ്ഠന്മാരെയും പിതാവിനെയും കബളിപ്പിച്ച ആപ്പിൾ കള്ളൻ. ഇന്ന് ഞാൻ ഏതായാലും ഇവനെ വിടാൻ പോകുന്നില്ല. ഇവാൻ വാൾ ഉറയിലിട്ടു. പിന്നെ ശബ്ദമുണ്ടാക്കാതെ
മരത്തിനടുത്ത് ചെന്ന് തീപ്പക്ഷിയുടെ വാലിൽ പിടികൂടി. അതറിഞ്ഞ പക്ഷി ചിറക് വിരിച്ച് പറന്നു. എന്നാൽ അവൻ വിട്ടുകൊടുത്തില്ല. അല്പനേരത്തെ ശ്രമത്തിനു ശേഷം പക്ഷി കുതറിമാറി പറന്നുയർന്നു. അതിൻ്റെ ഒരു സ്വർണ്ണത്തുവൽ മാത്രമേ അവൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. അവനാകെ നിരാശ തോന്നി. അവൻ അതുമായി പിതാവിൻ്റെ സമീപത്തേക്ക് ഓടി. പിതാവേ, നമ്മുടെ ആപ്പിൾ മോഷ്ടിക്കുന്ന കള്ളനെ ഞാൻ കണ്ടെത്തിയെങ്കിലും പിടികൂടാനായില്ല. അവൻ്റെ ഒരു തുവൽ മാത്രം എനിക്ക് തെളിവിനായി ലഭിച്ചു. തീവ്രപ്രകാശമുള്ള ഒരു തീപ്പക്ഷിയാണത്. ഇവാൻ പക്ഷിയുടെ തുവൽ രാജാവിന് നീട്ടി. രാജാവ് 3 മക്കളെയും അടുത്ത് വിളിച്ച് തുവലിൻ്റെ ഓരോ കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ, എത്ര ബുദ്ധിമുട്ടിയാലും നിങ്ങൾ ഈ പക്ഷിയെ പിടികൂടണം. നിങ്ങൾ 3 പേരും ഇപ്പോൾ തന്നെ 3 ഭാഗത്തേക്ക് പോയി അന്വേഷണം തുടങ്ങണം. രാജകുമാരന്മാർ പിതൃകൽപ്പന അനുസരിച്ചു. മൂത്ത കുമാരൻ നേരെ കിഴക്കോട്ടേക്ക്, രണ്ടാമൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, ഇവാൻ തീപ്പക്ഷി പറന്നുപോയ ഭാഗത്തേക്ക്. തൻ്റെ തവിട്ടു കുതിരപ്പുറത്താണ് ഇവാൻ സഞ്ചരിച്ചത്. മിടുക്കനായ ആ കുതിര അവനെയും കൊണ്ട് കാടും മലയും പിന്നിട്ട് അജ്ഞാത ദേശത്തെത്തിച്ചേർന്നു. ദീർഘയാത്ര അവനെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരുന്നു. അല്പനേരം വിശ്രമിച്ചിട്ടാകാം ഇനി യാത്ര എന്ന് ചിന്തിച്ച് അവൻ കുതിരപ്പുറത്തു നിന്നിറങ്ങി. കുതിരയെ മരച്ചുവട്ടിൽ നിർത്തിയ ശേഷം അവൻ ആ പുൽപ്പരപ്പിൽ കിടന്നു. ക്ഷീണം കൊണ്ട് അവൻ വേഗം ഉറങ്ങിപ്പോയി. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഇവാൻ ഉറക്കമുണർന്നത്. ഉണർന്ന ഉടൻ അവൻ തൻ്റെ കുതിരയെ തിരഞ്ഞു. എന്നാൽ അതിനെ എങ്ങും കണ്ടെത്താനായില്ല. അവൻ കുതിരയുടെ പേര് വിളിച്ച് അലഞ്ഞു നടന്നു. ഒടുവിൽ ഒരിടത്തെത്തിയപ്പോൾ അവിടെ കുറേ അസ്ഥികൾ കുന്നുകൂടി കിടക്കുന്നത് അവൻ കണ്ടു. അത് തൻ്റെ കുതിരയുടെ എല്ലുകളാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവന് സങ്കടം സഹിക്കാനായില്ല. ഇനിയുള്ള ദൂരം എങ്ങനെ സഞ്ചരിക്കുമെന്ന ചിന്തയും അവനെ ആശങ്കപ്പെടുത്തി. ഇവാൻ രാജകുമാരൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു ചെന്നായ എതിരെ വന്നു. ആ ചെന്നായ ഇവാന്റെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കി ചോദിച്ചു, കുമാര, അങ്ങെന്താണ് ആകെ ദുഃഖാകുലനായിരിക്കുന്നത്? കാര്യമെന്തെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ സഹായിക്കാനായേക്കും. നീ പറഞ്ഞത് തീർത്തും ശരി തന്നെ. തീപ്പക്ഷിയെ അന്വേഷിച്ചിറങ്ങിയ ഒരു രാജകുമാരനാണ് ഞാൻ. ക്ഷീണം മൂലം ഞാനൊന്നുറങ്ങിപ്പോയി. അപ്പോഴേക്കും ഏതോ ദുഷ്ടൻ എൻ്റെ കുതിരയെ തിന്നുകളഞ്ഞു. ഇനി എങ്ങനെ തീപ്പക്ഷിയുടെ അടുത്തെത്തുമെന്ന ദുഃഖമാണ് എനിക്ക്, ഇവാൻ വിവരിച്ചു. ക്ഷമിക്കണം കുമാര, അങ്ങയുടെ കുതിരയെ തിന്നത് ഞാൻ തന്നെയാണ്. അത് പക്ഷേ അങ്ങയുടെ കുതിരയാണെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. ഏതായാലും അങ്ങയോട് ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. അങ്ങ് എത്ര നേരം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും തീപ്പക്ഷിയുടെ അടുത്തെത്തില്ല. ഇനി മുതൽ ഞാൻ അങ്ങയുടെ വാഹകനായിരിക്കും. അങ്ങ് എൻ്റെ പുറത്തു കയറിയിരുന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു, ചെന്നായ പറഞ്ഞു. ഇവാൻ ചെന്നായയുടെ പുറത്തു കയറിയിരുന്നു. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചെന്നായ അതിവേഗം പാഞ്ഞു. പിന്നെ അത് നിലത്തുനിന്നുയർന്ന് ആകാശത്തുകൂടെ പറന്നു. അതൊരു സാധാരണ ചെന്നായയല്ലെന്ന് അവൻ ഉറപ്പായി. അതിൻ്റെ പുറത്തുനിന്ന് വീണുപോകാതിരിക്കാൻ ഇവാൻ മുറുകെ പിടിച്ചിരുന്നു. കുറേ ദൂരം താണ്ടി ചെന്നായ ഒരു സ്വർണ്ണ കൊട്ടാരത്തിന് മുന്നിലിറങ്ങി. കണ്ണഞ്ചിക്കുന്ന പ്രകാശമായിരുന്നു ആ കൊട്ടാരത്തിൽ നിന്ന് പ്രസരിച്ചത്. ഇതാണോ തീപ്പക്ഷിയുടെ കൊട്ടാരം? കൊട്ടാരത്തിലേക്ക് കൈചൂണ്ടി ഇവാൻ തിരക്കി. അതേ കുമാര, തീപ്പക്ഷിയെ കൈക്കലാക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം. ഇപ്പോൾ കാവൽക്കാരെല്ലാം നല്ല മയക്കത്തിലാണ്. ശബ്ദമുണ്ടാക്കാതെ അകത്തു ചെന്ന് സ്വർണ്ണക്കൂടം തുറന്ന് തീപ്പക്ഷിയെ പിടികൂടി കുപ്പായത്തിനുള്ളിലാക്കണം. എന്നാൽ ഒരു കാരണവശാലും ആ സ്വർണ്ണക്കൂട് എടുത്തുകൂടാ. അത് അപകടമാകും, ചെന്നായ ഗൗരവത്തിൽ പറഞ്ഞു. ഇവാൻ ആ നിർദ്ദേശമനുസരിച്ച് കൊട്ടാരത്തിൽ കടന്നു. ഭാഗ്യവശാൽ കാവൽക്കാരാരും അതറിഞ്ഞില്ല. കൊട്ടാരത്തിലെ മുറികൾ ഓരോന്നായി തുറന്ന് അവനൊരു അറയ്ക്ക് മുന്നിലെത്തി. അതിൻ്റെ വാതിൽ തുറന്നപ്പോൾ സ്വർണ്ണക്കൂട്ടിൽ ഇരുന്നുറങ്ങുന്ന തീപ്പക്ഷിയെ അവൻ കണ്ടെത്തി. തീപ്പക്ഷിക്കാണോ സ്വർണ്ണക്കൂടിനാണോ കൂടുതൽ തിളക്കമെന്നറിയാതെ അവൻ കുഴങ്ങി. അവൻ കൂട് തുറന്ന് പക്ഷിയെ കീശയിലാക്കി. എന്നാൽ സ്വർണ്ണക്കൂട് അവിടെ ഉപേക്ഷിച്ചു പോരാൻ
അവന് മനസ്സ് വന്നില്ല. ചെന്നായയുടെ വിലക്ക് ലംഘിച്ച് അവനൊടുവിൽ ആ കൂട് എടുക്കുക തന്നെ ചെയ്തു. അതോടെ ആകെ പ്രശ്നങ്ങളായി. സ്വർണ്ണക്കൂട് എടുത്തയുടൻ അവിടമെങ്ങും ശബ്ദമുഖരിതമായി. ആ ബഹളം കേട്ടു വന്ന കാവൽക്കാർ കള്ളൻ എന്ന് വിശേഷിപ്പിച്ച് ഇവാനെ പിടികൂടി. താൻ കള്ളനല്ലെന്ന് പലകുറി പറഞ്ഞിട്ടും അവരവനെ വിട്ടില്ല. അവരവനെയും കൊണ്ട് മഹാരാജാവിൻ്റെ മുന്നിലെത്തി. പ്രഭോ, നമ്മുടെ കൊട്ടാരത്തിൽ കടന്ന് സ്വർണ്ണക്കൂടും തീപക്ഷിയെയും മോഷ്ടിക്കാൻ ശ്രമിച്ചവനാണ് ഇവൻ. ഇവനുള്ള ശിക്ഷ അങ്ങു തന്നെ വിധിച്ചാലും, കാവൽക്കാർ പറഞ്ഞു. എൻ്റെ കൊട്ടാരത്തിൽ കടന്ന് തീപക്ഷിയെ മോഷ്ടിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? രാജാവ് അവൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. മഹാരാജാവേ, അങ്ങയുടെ തീപക്ഷിയെ പിടികൂടാൻ ഞാൻ വന്നു എന്നത് സത്യം തന്നെയാണ്. എന്നാൽ ഞാനൊരു കള്ളനല്ല. നാടെങ്ങും കേളികേട്ട രാജാവിൻ്റെ ഇളയ മകൻ ഇവാനാണ്, അവൻ ധൈര്യപൂർവ്വം പറഞ്ഞു. നിങ്ങളുടെ വാക്ചാതുരി അപാരം തന്നെ. പാതിരാത്രിയിൽ എൻ്റെ കൊട്ടാരത്തിൽ കടന്ന് തീപക്ഷിയെ കൈക്കലാക്കിയ നിങ്ങളെ കള്ളനെന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ്? വേണമെങ്കിൽ കള്ളൻ രാജകുമാരൻ എന്ന് വിളിക്കാം, മതിയോ? രാജാവ് പരിഹാസത്തോടെ ചോദിച്ചു. എങ്കിൽ എനിക്ക് അങ്ങയിലും മോഷണക്കുറ്റം ചുമത്തേണ്ടി വരും. കാരണം അങ്ങയുടെ തീപക്ഷി ഞങ്ങളുടെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ കടന്ന് സ്വർണ്ണ ആപ്പിൾ സ്ഥിരമായി മോഷ്ടിച്ചു തിന്നു. അതുകൊണ്ടാണ് അതിനെ പിന്തുടർന്ന് ഞാൻ ഇവിടെ എത്തിയത്, ഇവാൻ തിരിച്ചടിച്ചു. അതു ശരിയായിരിക്കും. പക്ഷേ നീയിപ്പോൾ എൻ്റെ തടവിലാണ്. എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്താൽ പ്രതിഫലമായി തീപക്ഷിയെയും സ്വർണ്ണക്കൂടും തന്നയക്കാം. രാജാവ് വ്യവസ്ഥ വെച്ചു. അതെന്താണ്? അതറിയാൻ ഇവാന് തിടുക്കമായി. പറയാം. കുറേ ദൂരെയുള്ള രാജാവിൻ്റെ കൊട്ടാരത്തിൽ ദേഹമാസകലം സ്വർണ്ണരോമങ്ങൾ നിറഞ്ഞ അത്ഭുത കുതിരയുണ്ട്. അതിനെ ജീവനോടെ കൊണ്ടുവന്ന് തന്നാൽ മാത്രം മതി, രാജാവ് പറഞ്ഞു. തീപക്ഷിയെയും കൂടും ഉപേക്ഷിച്ച് ഇവാൻ നിരാശനായി പുറത്തിറങ്ങി. അത്യാഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം അങ്ങ് മറന്നു അല്ലേ? ചെന്നായി ചോദിച്ചു. എന്നോട് ക്ഷമിക്കൂ. ആ അവിവേകം മൂലം ഞാനൊരു ഊരാക്കുടുക്കിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. ഏതോ രാജാവിൻ്റെ സ്വർണ്ണരോമമുള്ള കുതിരയെ കൊണ്ടുവന്നാലേ തീപക്ഷിയെ കിട്ടൂ. ഇവാൻ നിരാശനായി. അതുകൊണ്ട് ചെന്നായ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. കുമാര, വിഷമിക്കരുത്. ആ കുതിര എവിടെയുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ പുറത്തിരുന്നോളൂ. ഞൊടിയിടയിൽ ഞാൻ അങ്ങയെ ആ രാജാവിൻ്റെ കൊട്ടാരത്തിന് മുന്നിലെത്തിക്കാം. അങ്ങ് ആരും അറിയാതെ ചെന്ന് കുതിരയെ കൊണ്ടുവരണം. പക്ഷേ അതിൻ്റെ സ്വർണ്ണക്കടിഞ്ഞാൺ തൊട്ടുപോകരുത്. അതെടുത്താൽ വലിയ അപകടത്തിലാവും ചെന്ന് ചാടുക. ചെന്നായ ഇവാനെയും കൊണ്ട് പാഞ്ഞു. വളരെ വേഗം അവർ ആ രാജാവിൻ്റെ കൊട്ടാരത്തിന് മുന്നിലെത്തി. കഴിഞ്ഞ തവണത്തേതുപോലെ അബദ്ധം പിണയരുതെന്ന് ഓർമ്മപ്പെടുത്തി ചെന്നായ അവനെ ലായത്തിലേക്ക് പറഞ്ഞയച്ചു. ഉറങ്ങിക്കിടക്കുന്ന കാവൽക്കാരെ മറികടന്ന് ഇവാൻ അകത്തു കടന്നു. ലായത്തിലെ നിരവധി കുതിരകൾക്കിടയിൽ നിന്നും സ്വർണ്ണരോമമുള്ള കുതിരയെ അവൻ വേഗം തിരിച്ചറിഞ്ഞു. ലക്ഷണമൊത്ത ആ കുതിരയെയും കൊണ്ട് പുറത്തു കടക്കാൻ ഭാവിച്ചപ്പോഴാണ് അതിൻ്റെ സ്വർണ്ണക്കടിഞ്ഞാൺ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വെട്ടിത്തിളങ്ങുന്ന കടിഞ്ഞാൺ അവിടെ കളഞ്ഞിട്ട് പോരാൻ അവൻ തയ്യാറായില്ല. കടിഞ്ഞാൺ എടുക്കരുതെന്ന ചെന്നായിയുടെ വാക്കുകൾ മറന്ന് അവനത് കയ്യിലെടുത്തു. അതോടെ കാര്യങ്ങൾ അവതാളത്തിലായി. കടിഞ്ഞാൺ തൊട്ടതും അവിടെ മെങ്ങും പ്രകാശം നിറഞ്ഞു. പെരുമ്പറകളിൽ നിന്നും താനെ ശബ്ദമുയർന്നു. അത് കേട്ട് ഓടിയെത്തിയ ഭടന്മാർ അവനെ പിടികൂടി രാജാവിൻ്റെ മുന്നിലെത്തിച്ചു. രാജാവ് അവനെ ചോദ്യം ചെയ്തു. ഒരു രാജകുമാരൻ എത്ര ഗതികെട്ടാലും അന്യൻ്റെ മുതൽ മോഷ്ടിക്കാൻ ഇറങ്ങില്ല. നിങ്ങൾ അതും ചെയ്തു. മാപ്പർഹിക്കാത്ത കുറ്റമാണത്. ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ ഞാൻ നിങ്ങൾക്ക് വിധിക്കും. രാജാവ് അവനെ തറപ്പിച്ചു നോക്കി. അരുത് മഹാരാജാവേ, എന്നെ അങ്ങനെ വിളിക്കരുത്. സാഹചര്യമാണ് എന്നെക്കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിച്ചത്. ഞങ്ങളുടെ തോട്ടത്തിലെ സ്വർണ്ണാപ്പിൾ മോഷ്ടിച്ച തീപ്പക്ഷിയെ പിടികൂടാനാണ് ഞാൻ അയൽരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയത്. ദൗർഭാഗ്യവശാൽ ഞാൻ പിടിക്കപ്പെട്ടു. ആ പക്ഷിയെ നൽകുന്നതിന് അദ്ദേഹം മുന്നോട്ട് വച്ച വ്യവസ്ഥ അങ്ങയുടെ സ്വർണ്ണരോമമുള്ള കുതിരയെ വേണമെന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്, ഇവാൻ വിശദീകരിച്ചു. കാര്യമൊക്കെ ശരി തന്നെ. എന്നാലും നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ അപരാധി തന്നെയാണ്.
എൻ്റെ വാക്കുകൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് മാപ്പു തരാം. കൂടാതെ എൻ്റെ കുതിരയെയും കടിഞ്ഞാണും തരികയും ചെയ്യാം. രാജാവ് പറഞ്ഞു നിർത്തി. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും. ഇവാന് ആകാംക്ഷയായി. കേട്ടോളൂ, ഇവിടെ നിന്ന് ശതഘാതം ദൂരത്തിൽ ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ മകൾ യെലേനയെ എനിക്ക് കൊണ്ടുവന്നു തരണം, രാജാവ് പറഞ്ഞു. ഇവാൻ നിരാശയോടെ പുറത്തിറങ്ങി. ചെന്നായ അവനെ കാത്ത് പുറത്തു തന്നെ നിന്നിരുന്നു. പിന്നെയും അപകടത്തിൽ ചാടിയല്ലേ? ചെന്നായ അവനെ രൂക്ഷമായി നോക്കി. അതെ, നിന്റെ വാക്കുകൾ കേൾക്കാതിരുന്നതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചു. ഏതോ രാജകുമാരിയെ കൊണ്ടുവന്നു കൊടുത്താലേ അദ്ദേഹം കുതിരയെ തരൂ, ഇവാൻ നിരാശ നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. കുമാരൻ എൻ്റെ പുറത്തിരുന്നോളൂ. യെലേന എന്ന രാജകുമാരി എവിടെയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇക്കുറി ഞാൻ അങ്ങയെ കൊട്ടാരത്തിലേക്ക് വിടില്ല. ഞാൻ തന്നെ പോയി കുമാരിയെ കൊണ്ടുവന്ന് അങ്ങയെ ഏൽപ്പിക്കാം. ഇതും പറഞ്ഞ് ചെന്നായ അവനെയും കൊണ്ട് പാഞ്ഞു. കൊട്ടാരത്തിന് മുന്നിൽ ഇവാനെ നിർത്തി ചെന്നായ ഉദ്യാനത്തിലേക്ക് ചെന്നു. അവിടെ സുന്ദരിയായ യെലേന രാജകുമാരി തോഴിമാരുമൊത്ത് കളിക്കുന്നുണ്ടായിരുന്നു. ചെന്നായ ക്ഷമയോടെ മരത്തിൻ്റെ മറവിൽ കാത്തുനിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ തോഴിമാരിൽ നിന്ന് ഒറ്റപ്പെട്ടു. ഈ തക്കത്തിന് ചെന്നായ അവളെ പിടിച്ച് മടങ്ങിപ്പോന്നു. യെലേനയെ കണ്ടതും ഇവാന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഇത്ര സുന്ദരിയായ ഒരു യുവതിയെ മുൻപൊന്നും അവൻ കണ്ടിട്ടില്ലായിരുന്നു. സുമുഖനായ ഇവാനെ അവൾക്കും ഇഷ്ടമായി. ചെന്നായ ഇരുവരെയും പുറത്തു കയറ്റി യാത്ര തുടങ്ങി. പെട്ടെന്ന് ഇവാന്റെ മുഖത്ത് ദുഃഖം തളം കെട്ടി. അത് കണ്ടറിഞ്ഞ് ചെന്നായ കാര്യം തിരക്കി. കുമാര, അങ്ങ് ആഗ്രഹിച്ച പോലെ രാജകുമാരിയെ കിട്ടി. ഇനി കുമാരിയെ കൊടുത്ത് കുതിരയെയും കുതിരയെ കൊടുത്ത് തീപക്ഷിയെയും വാങ്ങാമല്ലോ. എന്നിട്ടും എന്താണ് അങ്ങിങ്ങനെ വ്യസനിക്കുന്നത്? ചെന്നായി ചോദിച്ചു. അതിന് മതിയായ കാരണമുണ്ട്. ഇവൾ ഇതിനകം എൻ്റെ ഹൃദയം കവർന്നു കഴിഞ്ഞു. എനിക്കിവളെ രാജാവിന് വിട്ടുകൊടുക്കാനാവില്ല. എന്നാൽ എനിക്ക് ആ കുതിരയെ കിട്ടുകയും വേണം. അതിനെന്തു ചെയ്യും? ഇവാൻ വിശദീകരിച്ചു. അങ്ങയുടെ ആഗ്രഹം നടക്കും. നമുക്ക് ഈ കുമാരിയെ കാട്ടിൽ ഒളിപ്പിക്കാം. പിന്നെ ഞാൻ കുമാരിയുടെ വേഷം ധരിച്ച് കൊട്ടാരത്തിലെത്താം. അപ്പോൾ കാര്യം സാധിക്കുമല്ലോ. ചെന്നായ നിന്നിടത്തു നിന്നൊരു ചാട്ടം ചാടി. അടുത്ത നിമിഷം അവൻ യെലേന രാജകുമാരിയായി മാറി. കുമാരിയെ ഭദ്രമായി ഒരിടത്ത് ഒളിപ്പിച്ച ശേഷം ഇവാൻ ചെന്നായ കുമാരിയെയും കൊണ്ട് കൊട്ടാരത്തിലെത്തി. യെലേനയെ കണ്ട സന്തോഷത്തിൽ രാജാവ് കുതിരയെയും കടിഞ്ഞാണും നൽകി ഇവാനെ മടക്കി അയച്ചു. ഇവാൻ പുറത്തു വന്ന് കുമാരിയെയും കൂട്ടി മടങ്ങി. രാത്രി യെലേനയോടൊപ്പം കഴിയാൻ അന്തഃപുരത്തിലെത്തിയ രാജാവ് അവിടെ ചെന്നായയെ കണ്ട് ബോധശൂന്യനായി. ഈ തക്കത്തിന് ചെന്നായ കൊട്ടാരത്തിൽ നിന്നും പുറത്തു ചാടി ഇവാനും കുമാരിക്കുമൊപ്പം എത്തി. കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോഴും ഇവാന്റെ മുഖത്തെ സങ്കടം മാറിയിരുന്നില്ല. അതുകൊണ്ട് ചെന്നായ ചോദിച്ചു. കുമാരിയെയും കുതിരയെയും കിട്ടിയിട്ടും അങ്ങയുടെ വിഷമം മാറിയില്ലേ? ഇനി എന്തു കാര്യമാണ് അങ്ങയെ അലട്ടുന്നത്? കുമാരിയെ എനിക്ക് സ്വന്തമാക്കാനായി എന്നത് സത്യം തന്നെ. എന്നാൽ എനിക്കുടനെ ഈ കുതിരയെ കൈവിടേണ്ടി വരുമല്ലോ. അതിനെനിക്ക് മനസ്സ് വരുന്നില്ല. കുതിരയെ കൊടുക്കാതെ തന്നെ തീപക്ഷിയെ കിട്ടാനുള്ള മാർഗം പറഞ്ഞു തരാമോ? ഇവാൻ ചോദിച്ചു. അത് എളുപ്പമല്ലേ. കുതിരയെയും കുമാരിയെയും ഒളിപ്പിച്ച ശേഷം ഞാൻ കുതിരയായി മാറാം. എന്നെ രാജാവിനെ ഏൽപ്പിച്ച് തീപക്ഷിയെയും വാങ്ങി പൊയ്ക്കൊള്ളുക. രക്ഷപ്പെടാനുള്ള വഴി എനിക്ക് നന്നായി അറിയാം. ചെന്നായുടെ നിർദ്ദേശം സ്വീകരിച്ച ഇവാൻ അവരെ കാട്ടിൽ ഒളിപ്പിച്ചു. സ്വർണ്ണരോമമുള്ള കുതിരയായി മാറിയ ചെന്നായിയെ അവൻ രാജാവിനെ ഏൽപ്പിച്ചു. സന്തുഷ്ടനായ രാജാവ് തീപക്ഷിയെയും സ്വർണ്ണക്കൂടും അവന് സമ്മാനിച്ചു. അവൻ അതുമായി പുറത്തു വന്ന് കുമാരിയെയും കൂട്ടി കുതിരപ്പുറത്ത് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. വഴിമധ്യേ അവർ ഒരു പുഴയുടെ കരയിൽ വിശ്രമിക്കാനായി കിടന്നു. വളരെ വേഗം അവർ ഉറങ്ങിപ്പോയി. ഈ സമയത്താണ് തീപക്ഷിയെ തേടി കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോയ ജ്യേഷ്ഠന്മാർ വെറുങ്കൈയോടെ മടങ്ങിയെത്തിയത്. തീപക്ഷി, സ്വർണ്ണരോമമുള്ള കുതിര, കടിഞ്ഞാൺ, സ്വർണ്ണക്കൂട് എന്നിവ സ്വന്തമാക്കി അനുജൻ അവിടെ കിടന്നുറങ്ങുന്നത് അവർ അപ്പോഴാണ് കാണുന്നത്. തങ്ങൾക്ക് സാധിക്കാനാവാത്തത് ഇവാൻ സാധിച്ചതിൽ അവർക്ക് അസൂയ തോന്നി. ഇവാനെ വധിച്ച് അതെല്ലാം തട്ടിയെടുക്കുവാൻ അവർ തീരുമാനിച്ചു. അവർ വാൾ കൊണ്ട് ഒറ്റവെട്ടിന്
ഇവാന്റെ തലയും ഉടലും രണ്ടാക്കി. യെലേനയെ ഭീഷണിപ്പെടുത്തി കൂടെ കൂട്ടി. തീപ്പക്ഷിയും കുതിരയും അവർക്കൊപ്പം കൂടി. മൂത്ത കുമാരന്മാർ രാജാവിനെ കണ്ട് തങ്ങൾ നേടിയതെല്ലാം കാഴ്ചവെച്ചു. അവരുടെ കഴിവിൽ രാജാവ് അഭിമാനം പൂണ്ടു. യെലേനയ്ക്കാകട്ടെ ജീവഭയം മൂലം യാഥാർത്ഥ്യമൊന്നും തുറന്നു പറയാൻ ധൈര്യം വന്നതുമില്ല. അതിനിടെ രാജകൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ട ചെന്നായ ഇവാനെ പിന്തുടർന്നെത്തി. അപ്പോഴാണ് അവന്റെ തലയും ഉടലും വേർപെട്ട് കിടക്കുന്നത് കണ്ടത്. അവന് വല്ലാത്ത വിഷമം തോന്നി. കുമാരന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ജീവജലം കിട്ടിയേ തീരൂ. ചെന്നായ അതിലേ വന്ന കാക്കക്കുഞ്ഞിനെ പിടികൂടി. കാക്കക്കുഞ്ഞ് ഉറക്കെ കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് അമ്മക്കാക്ക ഓടിയെത്തി. ചെന്നായേ, നീ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ പിടികൂടിയത്? അമ്മക്കാക്ക കരളുരുകി ചോദിച്ചു. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് കാക്കമ്മേ. ഞാൻ നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. ഈ പാവം കുമാരനെ പുനരുജ്ജീവിപ്പിക്കാനായി കുറച്ച് ജീവജലം വേണം. നീ അത് കൊണ്ടുവന്നാൽ ഞാൻ കുഞ്ഞിനെ വിട്ടുതരാം. ചെന്നായ ശാന്തനായി പറഞ്ഞു. കാക്ക അതിവേഗം പറന്ന് ജീവജലം കൊണ്ടുവന്നു. കുഞ്ഞിനെ വിട്ടുകൊടുത്ത് ചെന്നായ വാക്കു പാലിച്ചു. അവൻ കുമാരന്റെ തലയും ഉടലും ചേർത്ത് വെച്ച് ജീവജലം പകർന്നു. അത്ഭുതം! നീണ്ട ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഇവാൻ എഴുന്നേറ്റു. ചുറ്റും നോക്കി അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു, ഞാനിതെവിടെയാണ്? എൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രിയതമയും തീപ്പക്ഷിയും കുതിരയുമൊക്കെ എവിടെ? കുമാര, അങ്ങ് ശാന്തനാവൂ. അങ്ങയുടെ ജ്യേഷ്ഠന്മാർ ചെയ്ത കടുങ്കൈയാണിത്. ദുരമൂത്ത അവർ അങ്ങേ കൊന്ന് വിലപ്പെട്ടതെല്ലാം കൊണ്ട് കടന്നു കളഞ്ഞു. അവരിപ്പോൾ കൊട്ടാരത്തിൽ സുഖമായി കഴിയുന്നുണ്ടാവണം. ഇനി ഒട്ടും വൈകാതെ നമുക്കവരോട് പ്രതികാരം ചെയ്യണം. ചെന്നായ കാര്യങ്ങൾ വിശദീകരിച്ചു. അവൻ ഇവാനെ പുറത്തു കയറ്റി കൊട്ടാരത്തിലേക്ക് ഓടി. കുമാരനെ പുറത്തു നിർത്തി ചെന്നായ കൊട്ടാരത്തിലേക്ക് ഓടിക്കയറി. സായുധരായ കാവൽക്കാർക്കും അവനെ തടയാനായില്ല. അന്തഃപുരത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന മൂത്ത കുമാരന്മാരെ അവൻ കടിച്ചു കീറി. മൂത്ത പുത്രന്മാരുടെ ദുരവസ്ഥ രാജാവിനെ വേദനിപ്പിച്ചു. അപ്പോൾ ഇവാൻ അവിടെ എത്തുകയും ജ്യേഷ്ഠന്മാരുടെ കൊടും വഞ്ചന വിവരിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. യെലേനയും നടന്നതെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. അതോടെ രാജാവിൻ്റെ സങ്കടം മാറി. ചെന്നായ അവരോട് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി. അധികം വൈകാതെ ഇവാൻ യെലേനയെ വിവാഹം കഴിച്ചു. രാജാവിൻ്റെ കാലശേഷം അവൻ രാജാവായി. തീപ്പക്ഷിയോടും സ്വർണശോഭയുള്ള കുതിരയോടുമൊപ്പം അവർ ദീർഘകാലം സുഖമായി കഴിഞ്ഞു.